പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കൃഷ്ണഭക്തൻ അല്ലെങ്കിൽ വിഷ്ണു ഭക്തനാണെങ്കിൽ നിങ്ങൾ നിത്യവും ജപിക്കേണ്ടുന്ന ഒരു നാമമന്ത്രാർച്ചനയുണ്ട്. ഇത് മന്ത്രം എന്നുള്ള രീതിയിലല്ല പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, യുഗങ്ങളിൽ പ്രാധാന്യമുള്ള ഒരു യുഗമാണ് കലിയുഗം. മുൻ യുഗങ്ങളിൽ നമ്മൾ യജ്ഞത്തിനും ഹോമങ്ങൾക്കും അർച്ചനകൾക്കും പുഷ്പാഞ്ജലികൾക്കും അങ്ങനെയുള്ള താന്ത്രിക പൂജാ കർമ്മങ്ങളിൽ മാന്ത്രിക കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു പോന്നപ്പോൾ കലിയുഗത്തിലേക്ക് കടക്കുമ്പോൾ ഭക്തൻ തന്നെ കൊട്ടിപ്പാടി ഉദ്ഘോഷിക്കുന്ന നാമങ്ങൾക്ക് വളരെ ശക്തിയുള്ളതായി മാറുന്നു. ഇപ്പോൾ ഭക്തൻ ദൈവത്തെ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ നാമമന്ത്രാർച്ചനകൾക്ക് വളരെ ഗുണകരമാണ്. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സ്വാമിയേ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നത് മന്ത്രമല്ല, ഭക്തന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന നാമാർച്ചനം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതേ നാമാർച്ചനം നമ്മൾ കൊട്ടിപ്പാടുമ്പോൾ അത് പുണ്യകരാകുന്നു. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ശബരിമല അയ്യപ്പന് വേണ്ടിയിട്ട് കൊട്ടിപ്പാടലുകൾ ഒരുപാട് ഭജന എന്നൊക്കെ ഉള്ള രീതിയിൽ കൂടുതലായിട്ട് നമ്മൾ നടത്തും, ഇല്ലേ? അതുപോലെ തന്നെ ഹരേ രാമ ഹരേ കൃഷ്ണ, ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഇതിനെ നമ്മൾ മഹാമന്ത്രം എന്ന് പറയുമെങ്കിലും ഇതിനെ ഒരു നാമാർച്ചനം എന്നുള്ള രീതിയിലാണ് പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഗണപതി ബപ്പ മോറിയ, മംഗളമൂർത്തെ മോറിയ എന്നുള്ള മന്ത്രം നമ്മൾ കേൾക്കില്ലേ? നോർത്ത് ഇന്ത്യയിലാണ് ഇത് പൊതുവിൽ കൂടുതലായിട്ട് നമ്മൾ കേൾക്കാൻ പറ്റുക. ഇതും ഗണപതി ഭഗവാനെ അത്രത്തോളം പ്രകീർത്തിക്കുന്ന ഭക്തർ പാടിയടക്കുന്നതാണ്. അവർക്ക് അതിൻ്റെതായ പുണ്യം വർദ്ധിച്ച് വരുന്നതായിട്ട് കാണാം. അതുപോലെ ഹര ഹര മഹാദേവ് എന്ന് വിളിക്കുന്നത് കേട്ടിട്ടില്ലേ? വാരാണസിയിലൊക്കെ പോയാൽ പിന്നെ ഇതേ കേൾക്കാറുള്ളൂ, അല്ലേ? ഇതെന്താണ്? ജയ് ശ്രീറാം എന്ന് വിളിക്കുന്ന നമ്മൾ കേട്ടില്ലേ? ഇതെല്ലാം നാമാർച്ചനങ്ങളുടെ പട്ടികപ്പെടുന്നതാണ്. അപ്പൊ ഈ നാമാർച്ചനങ്ങൾ ഏത് തന്നെയായാലും ഈ കലിയുഗത്തിൽ വളരെ ഫലസിദ്ധി ഉള്ളതാണ്. നിങ്ങൾ പെട്ടെന്ന് ആഗ്രഹിക്കുന്ന ഏത് നിമിഷത്തിലും നിങ്ങൾക്ക് വിളിക്കാം. മന്ത്രങ്ങൾ ഉരുവിടുമ്പം അതിന് ചിട്ടവട്ടങ്ങളുണ്ട് വൈദിക മന്ത്രങ്ങൾക്ക്, അല്ലേ? നമുക്കറിയാം അതിൻ്റെ ശുദ്ധി വൃത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചു വേണം. പക്ഷെ ഇത്തരം നാമാർച്ചനങ്ങൾ നമുക്ക് ഏത് സിറ്റുവേഷനിൽ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ജപിക്കാം. നമ്മൾ കുളിച്ചു എന്ന് നിർബന്ധം വേണ്ട, വേറെ യാതൊരു തരത്തിലുള്ള നിബന്ധനകൾ ഇതിന് വരുന്നില്ല. ഭക്തന്റെ ഭക്തിയിൽ നിന്ന് ഉറവിടുന്ന നാമാർച്ചനങ്ങൾ അതെപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ നിത്യവും നമ്മൾ കൃഷ്ണനെയും വിഷ്ണുവിനെയും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരു നാമാർച്ചനം ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ഇതിങ്ങനെ നിരന്തരം ഉപയോഗിക്കുന്ന വ്യക്തിക്ക് കൃഷ്ണൻ വിഷ്ണു സാന്നിധ്യങ്ങൾ ഒരിക്കലും ഒഴിയാതെ നിൽക്കും. അവൻ്റെ ഏത് കർമ്മമേഖലയിലും പുഷ്ടി ഉണ്ടായി വരും. അവൻ്റെ ഏത് ദുഃഖങ്ങളും മാറിക്കിട്ടും എന്നാണ് പറയുന്നത്. അതേക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നതാണ്. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗോവിന്ദ നാമാർച്ചനത്തെ കുറിച്ചാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാനും, ഗോവിന്ദ നാമാർച്ചനം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോയാൽ ഏത് കൃഷ്ണക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും നിരന്തരമായിട്ട് ഭക്തർ ഉരുവിടുന്ന മന്ത്രാർച്ചനയാണ്. എന്താണത് പറഞ്ഞേ അറിയാവോ? ഞാൻ പറഞ്ഞുതരാം, എഴുതി കാണിക്കാം. ഹരി ഗോവിന്ദ ഗോവിന്ദ, ജയ ഗോവിന്ദ ഗോവിന്ദ, ഹരി ഗോവിന്ദ ജയ ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇതാണ് ഈ ഗോവിന്ദ മന്ത്രാർച്ചനം എന്ന് പറയുന്നത്. ഇത് നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ 5 മിനിറ്റ് അവിടെ നിന്ന് ഇത് ജപിക്കണം. ഇനി കൃഷ്ണന്റെ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ അവിടെ നിന്നും 5 മിനിറ്റ് ജപിക്കണം. ഇതല്ല നമ്മൾ സന്ധ്യയ്ക്ക് ദീപം തെളിയിക്കുമ്പോൾ, രാവിലെ ദീപം തെളിയിക്കുമ്പോഴെല്ലാം 5 മിനിറ്റ് എങ്കിലും ഇത് ജപിക്കാമെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് വിളക്ക് തെളിയിക്കാതെ തന്നെ നിത്യേന 5 മിനിറ്റ് ഭഗവാനെ മനക്കണ്ണിൽ കണ്ട് ജപിക്കാവുന്നതാണ്. ഇത് ജപിക്കുമ്പോൾ ഉള്ള കാര്യം ഒരു താളത്തിൽ ജപിക്കണമെന്നുള്ളതാണ്. ഈ കൊട്ടിപ്പാടലുകൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ മന്ത്രങ്ങൾ ജപിക്കും പോലെ പതുക്കെ അല്ല, കുറച്ച് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ ഒരു ഈണത്തിൽ നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ
പ്രത്യക്ഷ സാന്നിധ്യം ഈ കലിയുഗ കാലഘട്ടത്തിൽ നമുക്ക് വരും. ഇതുപോലെ തന്നെയാണ് നാമാർച്ചനകളെ തൊട്ടു മുമ്പ് ഞാൻ ചിലത് പറഞ്ഞു തന്നില്ലേ, അതെല്ലാം തന്നെ ഭഗവാന്റെ സാന്നിധ്യം പ്രത്യക്ഷത്തിൽ കിട്ടുന്നതിന് ഗുണകരമാണ്. പക്ഷെ വിഷ്ണു ഭക്തനോ കൃഷ്ണഭക്തനോ ആയിട്ടുള്ള ഒരാള് ഇത് നിത്യേന ജപിക്കാൻ വിട്ടുപോകരുത്. ഒരുപാട് വലിയ മന്ത്രങ്ങൾ നിങ്ങൾ ജപിക്കുന്നുണ്ടായിരിക്കാം, അതെല്ലാം ഗുണകരം തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ ഇത് ഭക്തനും ആ ചൈതന്യ സ്വരൂപമായിട്ട് നേരിട്ട് വിലയം പ്രാപിക്കാൻ പറ്റുന്ന ഒന്നാണ്. അവിടെ ശുദ്ധിവൃത്തങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല. നിങ്ങൾ ഏതൊരു അവസ്ഥയിലായിക്കോട്ടെ നിങ്ങൾക്ക് ജപിക്കാം, ഏത് സമയത്താവട്ടെ നിങ്ങൾക്ക് ജപിക്കാൻ പറ്റുന്ന മന്ത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് മുടങ്ങാണ്ട് ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി വരും, അത് സംശയമില്ല. ഇതിനോടകം തന്നെ എത്രയോ ലക്ഷങ്ങൾ ഇത് ജപിച്ചുകൊണ്ടിരിക്കണോ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ആയിരം പേര് ജപിച്ചുകൊണ്ടിരിക്കുന്നു ഇല്ലേ? അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ എന്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അത് നിങ്ങൾ തന്നെ പറയൂ. ഇത് ജപിച്ചുകൊണ്ടിരിക്കുന്നത് 1-2 പേരൊന്നുമില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു മന്ത്രമാണ്. ഇതുപോലെ എത്രയോ പേര് ഉപയോഗിക്കുന്നൊരു മന്ത്രമാണ്. അപ്പോൾ ഇത് ഇപ്പോഴും ഉപയോഗിക്കാത്ത ആയിരക്കണക്കിന് പേരുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നതോടുകൂടി ജീവിതത്തിൽ നമ്മുടെ സുഖദുഃഖങ്ങളൊക്കെ ഒരുപാടുണ്ട്, സുഖവും വരും ദുഃഖവും വരും, മാറി വരപ്പോൾ. പക്ഷെ ജീവിതത്തിൽ ഭഗവാൻ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏതൊരു ദുഃഖഘട്ടത്തിലും നമുക്ക് ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത്. അതല്ലേ പാണ്ഡവരോടൊപ്പം കൃഷ്ണൻ നിന്നതാണ് ആ ബലം. വേറൊന്നും വേണ്ടാന്ന് അവർ പറഞ്ഞ ഭഗവാനെ തന്നെ വേണമെന്ന് പറഞ്ഞ കാര്യം എന്താണ്? ഭഗവാൻ കൂടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാം സാധ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലും ഇത് വളരെ മുതൽക്കൂട്ടാകട്ടെ. ഇന്നു മുതൽ നിങ്ങളുടെ ചുണ്ടിണകളിലും ഇത് ഇങ്ങനെ തത്തിക്കളിക്കട്ടെ. ഈ ഭക്തി അങ്ങനെ മറ്റുള്ളവരിൽ കൂടി പ്രകാശമാനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന് നിങ്ങൾക്ക് കഴിവുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുമ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ യൂട്യൂബിൽ ഒരു സ്റ്റോർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തുകയ്ക്ക് മേടിക്കാൻ ഇത് ഗുണകരമാണോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് മൊബൈൽ ഫോണിൽ കാണപ്പെടുക. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സ്റ്റോർ നോക്കിയിട്ട് നമുക്കതിൽ പ്രവേശിക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ചില കാര്യങ്ങൾ ഉടനെ ആഡ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ ലാപ്ടോപ്പിലൂടെയൊക്കെ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിക്കും കമ്പ്യൂട്ടർ വഴിക്കും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ, ഹരിചന്ദന മഠം. നമസ്തേ.